രോഹിണി നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം സർപ്പമാണ്. സർപ്പത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ചന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണല്ലോ രോഹിണി. അതിന് കാരണം അഴകാണ്. സർപ്പസൗന്ദര്യം എന്നൊക്കെ പറയാറില്ലേ? രോഹിണി അതിസുന്ദരിയാണ്. അവളുടെ വശ്യതയിലാണ് ചന്ദ്രൻ മയങ്ങിപ്പോയത്. രോഹിണിയിൽ ചന്ദ്രൻ ഉച്ചനാകുന്നു എന്ന കാര്യം ഓർമ്മിക്കുമല്ലോ. പാമ്പിൻ്റെ ശരീരം, കണ്ണ്, ചലനം, ഭംഗി എല്ലാം ആകർഷകമാണ്. അതുപോലെ രോഹിണി നക്ഷത്രക്കാരും ജന്മനാ വശ്യതയുള്ളവരാണ്. സർപ്പം തൊലിയുരിഞ്ഞ് കളഞ്ഞ് പുതിയതാകാറുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഇവർ ആകെ മാറി പുതിയ ആളായി മാറും. പാമ്പിനെ പോലെ ഒളിഞ്ഞും പതുങ്ങിയും നടക്കും. ഉള്ളിലുള്ള കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കും. രഹസ്യ സ്വഭാവമുണ്ട്. പെട്ടെന്ന് പിടിതരില്ല. ദേഷ്യം പെട്ടെന്ന് പ്രകടിപ്പിക്കില്ല. ഉള്ളിൽ കിടക്കും. കടിച്ചാൽ കടുത്ത വിഷം പുറത്തേക്ക് വരും. ശത്രുവിനെ തറപറ്റിക്കുകയും ചെയ്യും. സുന്ദരമായ ചലനം ശ്രദ്ധേയമാണ്. നോട്ടത്തിലും സംസാരത്തിലും വശ്യതയുണ്ടായിരിക്കും. ഐശ്വര്യമുള്ള മുഖവുമായിരിക്കും. ഒരു കാര്യം ലക്ഷ്യം വെച്ചാൽ അത് കാത്തിരുന്ന് സാധിക്കും. പാമ്പ് മാണിക്യത്തെ എന്ന പോലെ ഇവർ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഏകാന്തതയായിരിക്കും ഏറെ ഇഷ്ടം. ആൾക്കൂട്ടം ഇഷ്ടമാകുകയില്ല. വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്ന നക്ഷത്രമാണ് രോഹിണി. ഇവർക്കുള്ള സർപ്പഗുണം നല്ലതിന് ഉപയോഗിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാകും. ദുരുപയോഗം ചെയ്താൽ വിഷം പോലെ ജീവിതത്തെ ബാധിക്കും. ഇവർക്ക് ചില ഉപദേശങ്ങൾ നൽകാം. അസൂയയും പകയും വെച്ച് പുലർത്തരുത്. ക്ഷമിക്കുക. പരമാവധി ക്ഷമിക്കുക. സുഖലോലുപത കുറയ്ക്കുക. ഏകാദശി വ്രതം നോക്കുക. മടി ഒഴിവാക്കാൻ കഴിവതും ശ്രമിക്കുക. വിശ്വസ്തനായ ഒരാളോട് മനസ്സ് തുറക്കാം. ടെൻഷൻ ഒഴിവാക്കാം. കലയെ സ്നേഹിക്കാം. തുളസി, മുല്ല ഇവ വെച്ച് പിടിപ്പിക്കാം. ചന്ദ്രൻ അമ്മയായതുകൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാം. വെള്ളിയാഴ്ച മഞ്ഞൾ, പാൽ ഇവ നാഗത്തറയിൽ വെച്ച് പ്രാർത്ഥിക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.